ദിവസങ്ങൾ നീണ്ട ബജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോൾ സഭ ഒന്നടങ്കം കാതോർത്തു. കാരണം കരിമണൽ ഖനനം, PM-ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന തുടങ്ങി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷം കരുതിവെച്ച അസ്ത്രങ്ങൾ പലതായിരുന്നു. എന്നാൽ സഭ കണ്ടത് VD സതീശിന്റെ ഒരു ഓൾ ഔട്ട് അറ്റാക്കായിരുന്നു. സാധാരണ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സൗമ്യമായ ശൈലി വിട്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടി ഊർജത്തോടെയാണ് അദ്ദേഹം അങ്ങോട്ട് പ്രത്യാക്രമണം നടത്തിയത്. തന്റെ കയ്യിലുള്ള രേഖകളും മുൻ സർക്കാരിന്റെ കാലത്തെ ഫയലുകളും അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തെ നിശബ്ദരാക്കിയത്. വിവാദ വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തോടെയാണ് മുഖ്യമന്ത്രി ചുവടുവെച്ചത്. കരിമണൽ ഖനനത്തിൽ സർക്കാർ സ്വകാര്യവൽക്കരണമല്ല, മറിച്ച് സ്വകാര്യ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾക്കാണ് പ്രാധാന്യമെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മൂർച്ച അദ്ദേഹം കുറച്ചു. PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് ചോദ്യമുനയുയർത്തിയ പ്രതിപക്ഷത്തിന് നിങ്ങൾ തന്നെയാണ് ആദ്യം ഇതിൽ ഒപ്പുവെച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേന്ദ്രത്തിന് മുന്നിൽ കീഴടങ്ങുകയല്ല, മറിച്ച് കരിക്കുലത്തിലും സ്കൂൾ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തിന്റെ നിബന്ധനകൾ അങ്ങോട്ട് വെച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം സഭയിൽ പ്രഖ്യാപിച്ചത്. ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടന്നത് മദ്യനികുതിയെ ചൊല്ലിയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതിനെ പ്രതിപക്ഷം അഴിമതി എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി മുൻ സർക്കാരിന്റെ കാലത്തെ വിദേശ മദ്യ നികുതി ഇളവുകൾ പുറത്തെടുത്തു. ജോണി വാക്കറിനും ശിവ ശ്രീകലിനും 78% നികുതി ഇളവ് നൽകിയപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന മുഖ്യമന്ത്രിയുടെ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പ്രതിപക്ഷത്തിന് മറുപടി ഇല്ലാതായി. തീരുമാനങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തില്ലെന്ന ആക്ഷേപത്തിന് എല്ലാ ഫയലുകളും പാർട്ടി ഓഫീസുകളിൽ കൊണ്ടുപോയി കാണിക്കുന്ന രീതിയല്ല ഈ സർക്കാരിൻ്റെതെന്നും മുഖ്യമന്ത്രി അറിയാതെ ഒരു ഫയലും ഇവിടെ ചലിക്കില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വന്തം മന്ത്രിമാരെ പോലും കൈയടിപ്പിച്ചു. തീർച്ചയായും VD സതീശൻ എന്ന കമ്മ്യൂണിക്കേറ്ററുടെയും സ്ട്രാറ്റജിസ്റ്റിന്റെയും കളിയിലാണ് പ്രതിപക്ഷം വീണുപോയത്. കൃത്യമായ പ്ലാനോ ഫോർവേഡ് പ്ലെയറോ ഇല്ലാതെ വന്ന പ്രതിപക്ഷ നിരയെ ഒരു ലോൺ സ്ട്രൈക്കറെ പോലെ സതീശൻ വെട്ടിവീഴ്ത്തുകയായിരുന്നു. ചില മൗലികമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണമായി മറുപടി നൽകിയില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ ദുർബലമായ പ്രകടനം അദ്ദേഹത്തിന് സഭയിൽ വലിയൊരു എഡ്ജ് സമ്മാനിച്ചു. വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിവലിച്ചാലും ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന 10 വർഷം പഴക്കമുള്ള വാചകങ്ങൾ പിണറായി വിജയൻ ആവർത്തിച്ചെങ്കിലും അന്ന് സഭയിൽ VD സതീശൻ തന്റെ വണ്ടിയല്ല വിവാദങ്ങൾക്കും മുകളിലൂടെ വളരെ ഭംഗിയായി ഓടിച്ചു പോവുക തന്നെയായിരുന്നു. ഒരു അജയ്യനായ നേതാവായി അദ്ദേഹം സഭയിൽ തിളങ്ങുന്ന നിമിഷങ്ങൾക്കായിരുന്നു കേരള നിയമസഭ അന്ന് സാക്ഷ്യം വഹിച്ചത്. ഇതെല്ലാം അവതരിപ്പിച്ചു. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് അത് അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം അതാണ്, അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പറയട്ടെ. അങ്ങെന്തിനാ അസ്വസ്ഥനാവുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാന്ന്. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No, to interrupt. No. ശാന്തായിട്ടിരിക്കാം. പറഞ്ഞല്ലോ ഒരു ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ. അത് കേൾക്കൂ, വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷെ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്. ആ നയം മുഖ്യമന്ത്രിയല്ലേ വിശദീകരിക്കേണ്ടത്. ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ. അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഞാൻ സംസാരിക്കുന്നത്
ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകല്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ നയം വിശദീകരിക്കട്ടെ. സർ, നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിയെ വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സർ, ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനിരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങി ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. ഐ ആം ഓൺ മൈ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമാmentary വേർഡ് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. സാർ, ഇതിന്റെ അകത്തെ പോയിന്റ്, ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കിയ അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല. പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് നടത്തിയത്? 500 കോടി രൂപ കൂടുതൽ കൊണ്ടുവരുന്ന ആളുകളെ പൊന്നാട അണിയിച്ചത് എറണാകുളത്ത് വെച്ചിട്ട് ഞാനുണ്ടായിരുന്നല്ലോ. ഞാൻ ആ വേദിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ ആകർഷിക്കാനുള്ള ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുഴുവൻ നടപടികളെയും പൂർണ്ണമായ പിന്തുണ കൊടുത്ത ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ പൂർണ്ണമായ പിന്തുണ മുഴുവൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പഴയ വ്യവസായ മന്ത്രി അന്ന് വന്നപ്പോ അത് ഞങ്ങൾ വന്ന് പൂർണ്ണമായ പിന്തുണ കൊടുത്തു. കാരണം ഇൻവെസ്റ്റ്മെന്റ് വരണം. ഞങ്ങൾ പറഞ്ഞു മെസ്സേജ്, ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നമില്ല, ട്രേഡ് യൂണിയൻ മിലിറ്റൻസി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവും കൂടി ആ മീറ്റിംഗിൽ വന്ന് പറഞ്ഞു. നിങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും. കാരണം ഇവിടെ ഉണ്ടാകണം, കേരളം നശിക്കരുത്. അപ്പൊ ഇക്കണോമിക് മോഡൽ ഉണ്ടാവും. ആ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ്. ഇക്കോണമിയുടെ ബാക്ക് ബോൺ നമ്മൾ എപ്പോഴും പറയും അത് റെമിറ്റൻസ് ആണ്. എന്നിട്ട് എന്താ ഗുണം? സ്റ്റേറ്റിന് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? സർ, അവരയക്കുന്ന ആ റെമിറ്റൻസ് ഇക്കോണമിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. പ്രവാസികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത്.
ഈ ബജറ്റിലെ ഏറ്റവും സുപ്രധാനമായ വാക്കതാണ്. റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിലേക്ക് പോകും. സാർ, വൻകിടക്കാരൊക്കെ വന്ന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാർ, ഇടത്തരക്കാർ, സാധാരണക്കാർ നമ്മുടെ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് ഒരു മോഡൽ, ഗവൺമെന്റ് ലാൻഡ് കൊടുക്കും. ലാൻഡാണ് ഗവൺമെന്റിന്റെ ഇക്വിറ്റി. ബാക്കി പണം അങ്ങനെ സമാഹരിക്കണം. സാർ, ഒരു 25,000 രൂപ മുതൽ അവർ 5 ലക്ഷം രൂപ വരെ ഷെയർ ആയിട്ട് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. സാധാരണക്കാർ, ഇടത്തരക്കാർ ചെയ്യട്ടെ. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പണി നിർത്തി ഇവിടെ വരുമ്പോൾ അതിന്റെ 10 ഇരട്ടിയായി അതിന്റെ വാല്യൂ കിട്ടും. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാൾ റിട്ടയർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾ ഷെയറിന്റെ വാല്യൂ കൂടും. കെ കരുണാകരൻ ഉണ്ടാക്കിയ സിയാൽ മോഡൽ, എന്തെല്ലാം വിമർശനങ്ങളാണ് സാർ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഇന്ന് ആ ഷെയറിന്റെ വാല്യൂ എത്രയാണ്? സിയാലിന്റെ വാല്യൂ, ഷെയറിന്റെ വാല്യൂ എത്രയാണ്? അതിൽ നിക്ഷേപിച്ച ആളുകൾക്ക്, അതിൽ കുറെ ഉന്നതരായ ആളുകളാണ്. അവർ മാത്രം പോരാ സാർ, സാധാരണക്കാരായ പ്രവാസികളെ നിക്ഷേപകരാക്കി കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കി മാറ്റണം. ലിക്കറിന് ടാക്സ് കൂട്ടി ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്. ഗണ്യ കാണുക, അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ, രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ, ഇപ്പോഴും പറഞ്ഞു, യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. യുവതലമുറ ഇല്ലാതാവും, സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25, ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം. രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാഡി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116% വൈനിൻ്റെത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തുന്നതാണ്. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലയാഴ്ചയാണ്, തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്.
ശരവേഗത്തിലാണ് പോണത്. കാരണം ഡിസിഷൻ വന്നാൽ ആ ഡിസിഷൻ എല്ലാവരും വേഗത്തിൽ കണ്ടിട്ട് എല്ലാ ടാക്സും തീരുമാനിക്കണം. അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. തീരുമാനിക്കുന്നു ശരവേഗം. അതായത് സാധാരണ ഈ അഴിമതിയിൽ പറയുമല്ലോ ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കേരളത്തിലെ ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിന്റിങ്ങിന് പോകണം. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവർ പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചത്. 175%. മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ് എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. എടാ, അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 60% വരെ, 40% മുതൽ 60% വരെ ഹൈ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയാം? 78%. 78%. എന്നിട്ട് 2022-23 ഇപ്പോ 251% വരെയുണ്ട് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കണത്, ജോണി വാക്കറിന്റെയും ഷീവാസ് റീഗലിന്റെയും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120-ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്.